പ്രകാരം എനിക്ക് ഇതിൽ പങ്കെടുക്കുവാനായി ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നൽകപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവം നൽകുന്ന ആലോചനകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സിമ്മിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ഷിജു RS നായർ. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ട്രിവാൻഡ്രം പട്ടണത്തിലെ ഞാൻ ജനിച്ചു വളരുന്നത് ഒരു നായർ കുടുംബത്തിനകത്താണ്. ഹൈന്ദവ പശ്ചാത്തലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് നിറയപ്പെട്ടിരുന്ന ആ അനുഭവത്തിനകത്തായിരുന്ന എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ച് യേശുവിനെ പ്രസംഗിക്കുന്നവനാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. ആ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് അല്പമായിട്ട് പങ്കുവയ്ക്കുവാനായി കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ ഡാലസിൽ ഞാൻ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മാൾട്ടയിലും അതോടൊപ്പം അത് കണക്ട് ചെയ്ത് ഡാലസിലെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചസിലും ശുശ്രൂഷിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെയാണ് ഒരു ഷോർട്ട് വിസിറ്റിനാണ് വന്നത്. അങ്ങനെ എൻ്റെ സ്നേഹിതനായ ചെറിയാൻ പാസ്റ്ററിന്റെ ചർച്ചിലേക്കും ക്ഷണിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ സന്ധ്യയിൽ അവിടെ ശുശ്രൂഷിപ്പാൻ സഹായിച്ചു. ഞാൻ വരുന്ന ആഴ്ചകളിൽ 15-ാം തീയതി വരെ ഹൂസ്റ്റണിലുണ്ടാകും. അത് കഴിഞ്ഞ് ഞാൻ സിയാറ്റിൻ വരെ ഒന്ന് പോയിട്ട് നാട്ടിലേക്ക് മടങ്ങും. ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ചർച്ചിന്റെ പേര് KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രീസ് ആണ് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര്. ഞാൻ, അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ, എനിക്ക് 3 കുഞ്ഞുങ്ങൾ, 2 ആൺകുഞ്ഞുങ്ങൾ, ഒരു മോള്, 12, 13, 6 വയസ്സ് പ്രായങ്ങളാണ്. എനിക്കൊരു ജ്യേഷ്ഠൻ ശ്രീജു RS നായർ, അദ്ദേഹത്തെ കുടുംബം, 3 കുഞ്ഞുങ്ങൾ. അങ്ങനെ ഞങ്ങള് കുടുംബമായി എൻ്റെ ഫാമിലി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് കവടിയാർ എന്ന സ്ഥലത്ത് ഒരു ചർച്ചുണ്ട്, അത് ചേട്ടൻ നോക്കുന്നു. നെടുമങ്ങാട് മെയിൻ ചർച്ചുണ്ട്, അതവിടെ ഞാൻ പ്രവർത്തിക്കുന്നു. 10ഓളം ബ്രാഞ്ച് ചർച്ചസുകളുണ്ട്. എങ്ങനെ ഒരു നായർ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകരായി എൻ്റെ ഫാമിലിയായി കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിരുന്ന അതാണ് എൻ്റെ പിതാവ്. ഒരുപക്ഷെ നിങ്ങൾ ഓൺലൈനിലൂടെയൊക്കെ ഈ മീറ്റിങ്ങുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ മെസ്സേജുകൾ കേട്ടിട്ടുണ്ടാകും. പല സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതൊക്കെ മെസ്സേജ് യൂട്യൂബിലൂടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് അമ്മയുടേതും ശാന്താകുമാരി നടിച്ചാൽ അമ്മയുടെയും, രാമചന്ദ്രൻ നായർ നടിച്ചാൽ അച്ഛൻ്റെയും ഒക്കെ സാക്ഷ്യവും, ഞങ്ങളുടെ ശ്രീജു ഒക്കെ അടിച്ചാൽ നിങ്ങൾക്ക് ആ സാക്ഷ്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടോ പറഞ്ഞാൽ തീരുന്നതല്ല. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് 10-30 വർഷത്തോളമായി വിശ്വാസ ജീവിതത്തിൽ വന്ന് കർത്താവിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിരിക്കുന്നു. എൻ്റെ പിതാവ് പണ്ട് കാർഷിക പ്രവർത്തനത്തിലായിരിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ദേശത്ത് വന്ന ഒരു ഉപദേശിയെ ദണ്ഡ കൊണ്ടടിച്ച് ആ ദേശത്തൊന്ന് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്നെ സുവിശേഷം പറയാൻ സമ്മതിക്കാത്ത ഇവനും ഇവരുടെ തലമുറയും യേശുവിനെ പ്രസംഗിക്കുന്നവരായി മാറണമെന്നുള്ള ആ ഉപദേശിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നവരാക്കി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാറ്റി. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്, പ്രാർത്ഥനയുടെ ഫലമുണ്ട്. ഇന്ന് സുവിശേഷത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെ കൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോസ്തലനായ പൗലോസ്, ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശൗൽ സ്തെഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിൽക്കുകയും അനേകരെ പീഡനത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അനേകരെ പീഡനത്തിലേക്ക് നയിക്കുമ്പോൾ ദമസ്കസിന്റെ പടിവാതിക്കലേക്ക് ദമസ്കസിലെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാനായി ദമസ്കസിലേക്ക് യാത്ര ചെയ്യുന്ന വഴി മധ്യത്തിൽ വെച്ച് കർത്താവിന്റെ ശക്തമേറിയ പ്രകാശം തന്റെ മുമ്പിൽ തന്നിൽ വെളിപ്പെടുകയും, ഹല്ലേലൂയ, നീ ആരെന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്നവനായി ക്രിസ്തു എന്ന് കേട്ട് തന്റെ ജീവിതത്തിൽ വന്ന മാറ്റവും താൻ അന്നുവരെ അല്ലെങ്കിൽ നികൃഷ്ടമായി വിശ്വസിച്ചിരുന്ന ചിന്തിച്ചിരുന്ന മാർഗമാണ് ക്രൈസ്തവ മാർഗം എന്ന് ചിന്തിച്ചിരുന്ന ഇടത്തു നിന്ന് അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ മാർഗമെന്നും ആ മാർഗത്തിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നും, അല്ലെങ്കിൽ തന്റെ ജീവിത അവസാനം വരെയും അല്ലെങ്കിൽ തന്റെ കഴുത്ത് അറുത്തു കൊല്ലുന്നത് വരെയും ശക്തമായി ഹല്ലേലൂയ ഈ ഒറ്റ മാർഗത്തിനു വേണ്ടി നിന്ന
ശക്തനായ അഭിഷിക്തനായ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവചരിത്രം പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ ലൈഫിനകത്ത്. ഒരു സമയത്ത് എൻ്റെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഭാരതം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പഠിപ്പിച്ച് ഞങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള എല്ലാ ചിന്താഗതികൾക്കകത്തും കുഞ്ഞുനാൾ മുതൽ തന്നെ രാത്രിശാഖ, ശാംശാഖ, പ്രഭാതശാഖ എന്ന് പറഞ്ഞ RSSന്റെ ശാഖകളിലും ഒക്കെ കയറി ഇറങ്ങി നടന്ന യൗവനക്കാരായിരുന്നു ഞാനും എൻ്റെ സഹോദരനും. ഞങ്ങളും അതുപോലെ തീവ്രമായ ഹൈന്ദവ വിശ്വാസത്തിനകത്തും എൻ്റെ ഭവനത്തിനകത്തു നിന്നാണ് രാമായണ മാസം ആരംഭിക്കുമ്പോൾ രാമായണ വായന ആരംഭിക്കുന്നത് തന്നെ ഭവനത്തിനകത്തായിരുന്നു. ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഞങ്ങളുടെ അടുത്ത ക്ഷേത്രത്തിനോട് അടുത്ത് ചേർന്ന് വീട് വാങ്ങി എല്ലാ ദിവസവും പ്രഭാതത്തിൽ എൻ്റെ അമ്മ പലതരത്തിലുള്ള കുറികൾ തൊട്ട് ആ ക്ഷേത്രത്തിൽ പോയി വരികയും എൻ്റെ ഭവനം തന്നെ ഒരു പൂജാ റൂം പോലെ ആയിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇതിനകത്തു നിന്നൊക്കെ എൻ്റെ പിതാവ്, നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, വർഷങ്ങൾക്ക് മുമ്പ് 80 കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്ന ചാരദീവയ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ പിതാവിന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും സൗദി അറേബ്യയിലേക്ക് പോവുകയും സൗദി അറേബ്യയിൽ പോയി ചില ബിസിനസ്സുകളൊക്കെ ആരംഭിച്ച് വളരെ പ്രൗഢഗംഭീരമായ ജീവിതം നയിച്ചു. അതുമുതൽ ഞങ്ങൾ ഗൾഫുകാരായി, ഇടത്തരം ഫാമിലിക്കാരായ ഞങ്ങൾ ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഗൾഫുകാരായി എൻ്റെ അപ്പൻ ഗൾഫിൽ നിന്ന് വരികയും ഗൾഫിൽ അനേകരെ കൊണ്ടുപോവുകയും കുടുംബക്കാരെ കൊണ്ടുപോവുകയും ബിസിനസ്സുകളും അങ്ങനെ അപ്പൻ വരികയും. അന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു, ഇതൊക്കെയാണ് സ്വർഗീയ അനുഭവം. പണമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ചിരുന്ന ബന്ധുക്കളുണ്ട്, ചാച്ചക്കാരുണ്ട്, എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് 1991 വരുന്ന സമയത്ത് എൻ്റെ അപ്പൻ്റെ ബിസിനസ്സുകൾ ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ അപ്പൻ പാർട്ട്നേഴ്സ് ആയിരുന്ന അറബികൾ അടച്ചുപൂട്ടുകയും ഞങ്ങൾ വലിയ കടഭാരത്തിലേക്ക് മാറുകയും. എന്നാൽ എൻ്റെ അപ്പൻ ആ സമയങ്ങളിൽ ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചത്, ഇനി എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിച്ചിട്ട് ഞാൻ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത എൻ്റെ പിതാവിനെ പിന്നെ എൻ്റെ അപ്പൻ ജീവനോടുകൂടി ഉണ്ടെന്ന് പോലുമുള്ള ഒരറിവില്ലാതെ വർഷങ്ങളോളം നീണ്ടുപോയ അവസ്ഥകൾ. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ പലവിധമായ മന്ത്രവാദികളുടെ അടുക്കൽ കടന്നുപോയി അവരോട് പൂജകളും മന്ത്രവാദങ്ങളും ചെയ്തു. എല്ലാവരും, ഞങ്ങളുടെ അച്ഛൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു. ഞങ്ങളുടെ ഈ കടഭാരത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു നടന്നപ്പോഴെല്ലാം ഞങ്ങൾ വിശ്വസിച്ച മതം ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ മേൽ കണ്ടകശനിയാണ്. ഞങ്ങളുടെ ജാതകം പരിശോധിച്ചവർ, മാന്ത്രികന്മാർ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ആയുസ്സും ജാതകവും അതുവരെ ഉള്ളൂ, നിന്റെ പിതാവ് ഈ ലോകത്തിലില്ല, ഇനി നിന്റെ അപ്പനെ പ്രതീക്ഷിക്കേണ്ട, നിന്റെ പിതാവിൻ്റെ ആത്മാവ് പരലോകത്തിലാണ്. അതുമാത്രമല്ല, വലിയ കടബാധ്യതകൾക്കകത്ത് കുടുങ്ങിക്കിടന്ന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾക്ക് എങ്ങനെ അതിനകത്തുനിന്ന് രക്ഷപ്പെടണം, പുറത്തു വരണമെന്നറിയില്ല. എല്ലാവരും പറഞ്ഞ് കണ്ടകശനിയാണ്, ഞങ്ങൾ പോകാത്ത ക്ഷേത്രങ്ങളില്ല. 91 മുതൽ എൻ്റെ പിതാവിനെ കുറിച്ച് ഒരറിവുമില്ല. ആൾക്കാർ പറയുന്നു മരിച്ചുപോയെന്ന് പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അന്ന് വരെ ഒരു കഷ്ടതയോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും അനുഭവിക്കാതെ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കടബാധ്യതകളും അന്നത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളും ആ ബാധ്യതകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അമ്മ 1 വർഷമായി 2 വർഷമായി 3 വർഷമായി 3 വർഷം 1993 കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ പോകാൻ, ഞാൻ അന്നത്തെ പ്രീ ഡിഗ്രി ഫൈനൽ ഇയർ ഗവൺമെന്റ് കോളേജ് പഠിക്കുമ്പോൾ ഫൈനൽ ഇയറിന് 100 രൂപ അടയ്ക്കണം. അതടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല. പഠിക്കാൻ മുമ്പോട്ട് പോകാൻ യാതൊരു സാധ്യതകളില്ല. പഠിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ അഭിമാനം ഞങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കരനീട്ടാൻ സമ്മതിക്കുന്നില്ല. വീടടഞ്ഞിരുന്ന് 24 മണിക്കൂറും പൂജകളും മന്ത്രവാദികളും പൂജാരികളെ എവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. ഞങ്ങളെ ഈ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്ക് കഴിയും? എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഭവനത്തിൽ വേലയ്ക്ക് പോയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം, പക്ഷെ ഞങ്ങളുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. അതുവരെ എല്ലാവരും നോക്കുമ്പോൾ വീടുണ്ട്, വസ്തുവകകളുണ്ട്, പക്ഷേ ഞങ്ങളുടെ വസ്തുവകകളൊക്കെ ഗവൺമെന്റ് ബാങ്കുകാർ അറ്റാച്ച് ചെയ്തു. അവർ പറഞ്ഞു, നിങ്ങൾ എടുത്ത ലോണുകൾ ഒന്നും തിരിച്ചടച്ചിട്ടില്ല, ബാങ്കുകാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, കടക്കാർ ഞങ്ങളെ കടം മേടിച്ച് ഞങ്ങൾ പിന്നെയും
പൂജകളും മന്ത്രവാദങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. കടക്കാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങി. എപ്പോഴും ഞങ്ങൾ വീടടച്ച് എൻ്റെ അമ്മ പൂജാ റൂമിൽ കയറി ഇരുന്ന് നിലവിളിച്ച് കരയും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അവർക്ക് ഞാൻ എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കും? അവർക്ക് ഞാൻ എങ്ങനെ ആഹാരം കൊടുക്കും? പല ദിവസങ്ങളിലും പട്ടിണിയാണ്. അടുത്ത വീട്ടിൽ ചെന്ന് അമ്മ അവരോട് പറയും, കോഴിക്ക് കൊടുക്കുവാൻ പൊടിയരി തരണം, അങ്ങനെ ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് തരും. കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ പുഴുങ്ങി തിന്ന് ഒക്കെ ജീവിക്കുന്ന ഒരു അനുഭവം. മിക്ക ദിവസങ്ങളും പട്ടിണി നടക്കും. എനിക്ക് എൻ്റെ വീട്ടിന് ചുറ്റും നട്ടു വളർത്തുന്ന രാമച്ചത്തിന്റെ വേരെടുത്ത് വെള്ളം തിളപ്പിച്ച് അമ്മ തന്നിട്ട് പറയും, നമുക്ക് കഴിക്കാനൊന്നുമില്ല. നമ്മുടെ ഈ അവസ്ഥകളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളോ ചാർച്ചക്കാരോ നാട്ടുകാരോ ഒരു വ്യക്തി പോലും ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ഞങ്ങൾ പലപ്പോഴും വിശന്ന് തളർന്ന് അമ്മ പറയും, നമുക്ക് ഇന്ന ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാം. കാരണം ഒരു സമയത്ത് അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ത് തരണമെന്ന് മത്സരിക്കുന്ന ബന്ധുക്കൾ ഞങ്ങളെ കാണുമ്പോഴേ പറയും, അതിന് ശാപം പിടിച്ചവർ വരികയാണ്. അതിന് പല വിവാഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പല വിവാഹങ്ങളും പല ഫംഗ്ഷനുകളും നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ അവർ വിളിക്കില്ല. ഞങ്ങൾ ഒരു സമയത്ത് എൻ്റെ കുടുംബക്കാർ പറയും, ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാനെന്ന് പറയുന്ന ആ കുടുംബക്കാർ ഞങ്ങൾ അവരുടെ വിവാഹത്തിന് പോയി അവർ പറയും, ഇവർ വന്ന് കഴിച്ചിട്ട് പോകും, നമുക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവർ ശാപം പിടിച്ചവരാന്ന് പറഞ്ഞ് കുടുംബക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും ഒരുപോലെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒന്ന് മനസ്സിലായി, പണമില്ലാത്തവരെ സ്നേഹിക്കാൻ ദൈവങ്ങളില്ല, ബന്ധുക്കളില്ല, ചർച്ചക്കാരില്ല, നാട്ടുകാരില്ല. ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിച്ചേക്കാം, നിങ്ങൾക്ക് രക്തബന്ധങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല. നമ്മളെ തകർച്ചയിൽ നമ്മെ പരിഹസിക്കുന്നവരല്ലാതെ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ എൻ്റെ അമ്മ ഞങ്ങളോട് ഒരു ദിവസം പറഞ്ഞു, ആ ബാങ്കുകാർ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, 15 ദിവസത്തിനകം ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ വീട് അടച്ചു പൂട്ടി നിങ്ങളുടെ സാധനങ്ങൾ പുറത്തിട്ട് നിങ്ങളെ പുറത്താക്കും. ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല. വെറും 15 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് പൈസ അടച്ച് ക്ലോസ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് അതിനൊരു അവസരം തരാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, നമ്മളെ സഹായിക്കാൻ ഒരു ബന്ധുക്കളുമില്ല, ഒരു ചാർച്ചക്കാരുമില്ല, നമ്മളെ കൊണ്ട് ഒരിക്കലും ഇത് അടച്ചു തീർക്കാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും നല്ലത് അവർ വന്ന് വാതിൽ തുറക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് മരിച്ചു കിടക്കുന്നത് അവർ കാണട്ടെ. നമ്മുടെ മുമ്പിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അന്ന് അമ്മ പറഞ്ഞു കേട്ട്, വിഷം മേടിക്കുവാൻ പോലും കാശില്ല, ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പരിഹാസവും നിന്ദകളും കളിയാക്കലുകളും ഹല്ലേലൂയ, ജീവിതം തീർന്നു, ജീവിതത്തിൽ സഹായിക്കാൻ ദൈവങ്ങളില്ല. അന്ന് ഞങ്ങളുടെ അമ്മയും ഞങ്ങളും പറയുമായിരുന്നു, ഈ ലോകത്തിലൊരു ദൈവമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളെ തേടി ആ ദൈവം വരുമായിരുന്നു, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾ കരയുമായിരുന്നു. ആരെങ്കിലും വാതിൽക്കൽ വന്ന് മുട്ടിയാൽ ഭയന്ന് ഞങ്ങൾ മാറിയിരിക്കും. കാരണം ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ പോലും അവനേക്കാളും ഗതികെട്ട അനുഭവത്തിലാണ് ഞങ്ങളുടെ ഭവനത്തിനകത്തിരുന്നേ. പല രാത്രികളിലും ചിന്തിക്കാറുണ്ട്, നേരം വെളുക്കാതിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു എന്ന് പ്രാർത്ഥിച്ച രാത്രികളുണ്ട്. എന്നാൽ ഒരു ദിവസം അന്ന് എൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു, വിഷം മേടിക്കാൻ പോലും കാശില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ അക്കരെ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ മഞ്ഞ അരളിയുടെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പോയി അതിന്റെ അരളിയുടെ വേരോ കായോ എടുത്തുകൊണ്ട് വരാം, അത് ഇടിച്ചു പിഴിഞ്ഞു കുടിച്ച് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാന് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് എനിക്ക് 16 വയസ്സാണ്. ഞാനൊരു വയൽ വരമ്പിലൂടെ അക്കരെ ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒരു ക്രൈസ്തവ സഹോദരൻ, ഹല്ലേലൂയ, എൻ്റെ ഒരു സ്നേഹിതനാണ് ആ സഹോദരൻ, ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ട്രഡീഷണൽ നോർമൽ ക്രിസ്ത്യാനിയാണ്, ഒരു CSA ക്രിസ്ത്യാനിയാണ്. പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ തികഞ്ഞ ഒരു RSSകാരനാണ്. പക്ഷെ അന്ന് ഈ സഹോദരൻ എന്നെ കണ്ടതും എൻ്റെ കൈക്ക് പിടിച്ച് പ്രശ്നത്തിൽ ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കൽ പോലും ഇല്ലായ്മയിലാണ് എന്ന് ഞങ്ങൾ ഒരു മനുഷ്യനോട് പോലും ഞങ്ങള് കാണിക്കാറില്ല. ഒരു മനുഷ്യനോട് പോലും ഞങ്ങൾ കഷ്ടതയിലാണ്, പ്രതികൂലത്തിലാണ് എന്ന് ഒരു മനുഷ്യനോട് ഞങ്ങൾ പറയാറില്ല.
അതുകൊണ്ട് തന്നെ ഈ സഹോദരനെ അറിയില്ല. പക്ഷെ അന്ന് ഈ സഹോദരൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഷിജു, നിന്നെ കടന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു തള്ളൽ. അവൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നോട് പറഞ്ഞു, യേശു നിന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിനകത്ത് ഈ സഹോദരൻ എന്നോട് പറയുമ്പോൾ എൻ്റെ അകത്ത് ഉണ്ടായത് എടാ ചാകാൻ പോവുകയാണ്. അപ്പോഴാണ് എൻ്റെ മതപരിവർത്തനം എന്നുള്ള ചിന്താഗതിയാണ്. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും യേശുക്രിസ്തു എന്ന് പറയുന്നത്, എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ സ്വയം രക്ഷിക്കാൻ പോലും കഴിയാതിരിക്കുന്ന ക്രിസ്തുവിന് ഞങ്ങൾ എങ്ങനെ രക്ഷിക്കുവാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ചിന്തിച്ചത്. അദ്ദേഹത്തിന് എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ മരിക്കാൻ പോവുക, അപ്പോഴാണ് മതപരിവർത്തനം. ആ സഹോദരൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ സഹോദരന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പലതും പറയാൻ വന്നുവെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഞാൻ മുമ്പോട്ട് നടന്നു. ഞാൻ അഭിഷേകം കിട്ടുന്ന ആ വീടിന് ഏകദേശം 50 മീറ്റർ മുമ്പിലെത്തുമ്പോൾ, അതിന്റെ മുന്നിലായിട്ട് എത്തുമ്പോൾ ഒരു ചെറിയ ഷെഡിനകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, നീ ഏത് മതസ്ഥനുമാകട്ടെ, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. കർത്താവ് ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ആരുടെ കൈ തട്ടി മാറ്റിപ്പോയാലും, ഹല്ലേലൂയ, യേശുവിനെ ഹല്ലേലൂയ വേണ്ടെന്ന് പറഞ്ഞു പോയാലും അവനെ പുറകെ തേടി ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തും വരെ, വചനം പറയുന്നു, അത് കണ്ടെത്തും വരെ ഹല്ലേലൂയ പിന്തുടരുന്ന ഒരു ക്രിസ്തു, ആ ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ തേടി. ഹല്ലേലൂയ. ഒരു സഹോദരനെ കൊണ്ട് എന്നോട് പറഞ്ഞു, യേശു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അതിനെ തട്ടി മാറ്റിപ്പോയ എന്നെ, അടുത്തൊരു ശബ്ദം ഞാൻ കേട്ടത്, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഞാൻ അറിയാതെ അതിന് ആ ചെറിയ ഷെഡിനകത്തേക്ക് കയറി. കാരണം ഞാൻ കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ തിരഞ്ഞു നടന്നത് ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് തലയിലെഴുത്താണ്, വിധിയാണ്, ഇത് നിങ്ങൾ ജനിച്ചപ്പോൾ മുതലേ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഇടത്ത് ഈ സഹോദരൻ പറയുകയാണ്, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. ആ മീറ്റിങ്ങിനകത്തൊരു പ്രാർത്ഥന നടക്കുക. ആ പ്രാർത്ഥനയിൽ ഞാനും വരുന്നു. ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. എനിക്കറിയില്ല, ഞാൻ ചിന്തിച്ചു, ഹല്ലേലൂയ കർത്താവേ, ഞാൻ ചിന്തിച്ചു, ഞങ്ങൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടില്ല. ആ ദൈവങ്ങൾ ഞങ്ങളുടെ കഷ്ടതയിൽ ഇറങ്ങി വന്നില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുവേ, ഞാൻ വഴിയിൽ വെച്ച് ഒരുവൻ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഇവിടെ ഈ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങളുടെ ശാപത്തെ മാറ്റാൻ നിനക്ക് കഴിയുമെന്ന്. ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവേ, നിനക്ക് വാസ്തവമായി ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുമോ എന്ന് ആ ചെറുപ്പക്കാരനായ, മരിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും അതിന്റെ സാധ്യതകൾ ഇല്ലാതെ, വഴികളില്ലാതെ, എല്ലാ വഴികളും അടയപ്പെട്ടവനായി ജീവിതം മടുത്ത്, നിന്ദകളും കഷ്ടങ്ങളും സഹിച്ച്, ഞങ്ങളുടെ മതങ്ങളും ഞങ്ങൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങളും തള്ളിക്കളഞ്ഞ ഞങ്ങൾ, ഹല്ലേലൂയ, അതൊരു പ്രാർത്ഥനയാണോ എന്നറിയില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലെ അന്ന് കണ്ണു തുറന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ആ ഒറ്റ സെക്കൻഡിൽ ഞാൻ കണ്ടത്, എനിക്ക് നേരെ പാഞ്ഞു വരുന്ന വലിയൊരു പ്രകാശം അതിന്റെ നെറ്റിയിലൂടെ പ്രവേശിച്ച് എൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്നത് പോലെ എൻ്റെ അകത്ത് നിന്ന് ഞാൻ അറിയാതെ യേശുവേ എന്ന് ജീവിതത്തിൽ ആദ്യമായി യേശുവേ എന്ന് ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. ഞാൻ ഉറക്കെ കരയുവാൻ തുടങ്ങി. ഞാൻ അറിയാതെ സ്തോത്രം പറയുവാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമായിരുന്നു. അല്ലെങ്കിൽ എൻകൗണ്ടർ ആയിരുന്നു. എൻ്റെ ലൈഫിനെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കുന്ന ദിവസമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, എൻ്റെ ഫാമിലിയെ തിരികെ ദൈവം പിടിച്ചെടുക്കുന്ന ദിവസമായിരുന്നു എന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. എൻ്റെ അകത്തേക്ക് വ്യാപരിച്ച വലിയൊരു എനിക്കറിയില്ല. ഞാൻ ഒത്തിരി നേരം കർത്താവേ എന്ന്, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കരയുവാൻ തുടങ്ങി. ഞാൻ പൊട്ടിക്കരഞ്ഞു. 10-15 മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് ഞാൻ പൊട്ടിക്കരയുമ്പോൾ എല്ലാവരും ശക്തമായി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ വല്ലാതെ യേശുവേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കരഞ്ഞു. അത് കഴിയുമ്പോൾ എൻ്റെ അകത്തേക്ക് അതിശക്തമായ ഒരു സമാധാനം
ഇറങ്ങി വരുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്കറിയില്ല, ഭയങ്കര ഒരു ഉറപ്പ്, ഒരു ധൈര്യം, അതിൻ്റെ ബലം. എന്നോട് ആരോ പറയുന്നു, മരിക്കണ്ട, ഹല്ലേലൂയ, ജീവനോടെ ഇരുന്ന് നീ ദൈവത്തിന്റെ നാമത്തെ വർണ്ണിപ്പിക്കും എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദം എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിച്ചപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൃദയത്തിനകത്ത് ഇറങ്ങി വന്നൊരു സമാധാനമുണ്ട്. ഞാൻ എപ്പോഴും പറയും, അന്ന് ആ 16 വയസ്സുകാരന്റെ ഹൃദയത്തിനകത്ത് സ്വർഗമിട്ട ഒരു സമാധാനമുണ്ട്. ഏത് വിഷയത്തെയും അതിജീവിക്കുന്ന, ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നമ്മളെ തകർക്കുവാൻ കഴിയാത്ത നിത്യ സമാധാനം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് രോഗം വരാം, കഷ്ടതകൾ വരാം, പ്രതികൂലങ്ങൾ വരാം. പക്ഷെ നമ്മളൊന്നും തകർന്നു പോകാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, ഇതിനൊക്കെ നമ്മളെ പുറമേ ഉള്ളതിനെ ബാധിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആർക്ക് ലോകം തരുന്ന സമാധാനമല്ല, ആർക്കും നിങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയാത്ത നിത്യ സമാധാനം. ആ സമാധാനം എൻ്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ ഇന്നു വരെ ഞങ്ങളെ നിലനിർത്തുന്ന നിത്യ സമാധാനം അത് ഹൃദയത്തിനകത്ത് വ്യാപരിക്കപ്പെടുന്നു എങ്കിൽ നിശ്ചയമായും അത് നഷ്ടപ്പെട്ടു പോകാതെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം, ഏത് വിഷയത്തിനകത്ത് നിന്നും നമ്മളെ ആ കർത്താവ് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ തീയിൽ കൂടി നടന്നാൽ അതിൽ നീ വെന്തുപോകെ ദഹിച്ചു പോകുകയില്ല, വെള്ളത്തിൽ കൂടി കടന്നാൽ അതിൽ നീ താണു പോകുകയില്ല. കാരണം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാം, തീയിലൂടെ കടന്നു പോയേക്കാം, പക്ഷേ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന നിത്യ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ കഴിയുന്ന ഒരു തീയും ഈ ലോകത്തിലില്ല. വിശ്വസിക്കുന്നവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ആരാധന തീരുവാനും വേണ്ടി കാത്തിരുന്നില്ല. എനിക്കറിയില്ല അന്ന് ആശീർവാദം പറയണം, ദൈവദാസനെ കാണണം, പ്രാർത്ഥിക്കണം, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തോ ലഭിച്ചതുപോലെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, വിഷം കിട്ടിയോ? കാരണം ഞാൻ അങ്ങോട്ട് പോയതോ അല്ല, സന്തോഷത്തോടെ വരികയാ. പക്ഷേ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, വിഷം കിട്ടിയില്ല, പക്ഷേ അതിന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവനെ കിട്ടി, അവൻ്റെ പേരാണ് യേശു ക്രിസ്തുവിന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എനിക്കറിയില്ല, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്ന് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഇന്നു വരെ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന്റെ മറ്റൊരു കാരണം, ഞങ്ങൾ യേശുവിനെ തേടിപ്പോയതല്ല, ഞാൻ യേശുവിനെ തേടിപ്പോയതല്ല, അല്ലെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളെ തേടി, ഹല്ലേലൂയ, ഈ അരുമനാഥൻ ആ വയൽവരമ്പിൽ ഇറങ്ങി വന്ന് അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലോകം സ്നേഹിക്കാത്ത, ലോകം നിന്റെ പണത്തെയും പുറമേ ഉള്ളതും പൊസിഷനുകളെ സ്നേഹിക്കുമ്പോൾ തകർന്നവനെ സ്നേഹിക്കുന്ന, നഷ്ടപ്പെട്ടു പോയതിനെ സ്നേഹിക്കുന്ന, ഒറ്റപ്പെട്ടതിനെ സ്നേഹിക്കുന്ന ഒരുവൻ ഇന്നുമുണ്ട്. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല, നാം സേവിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു. അവൻ നമ്മെ കുറ്റം വിധിക്കുന്നവനല്ല, തള്ളിക്കളയുന്ന ലോകം അല്ലെങ്കിൽ കല്ലെറിയുമ്പോഴും, അല്ലെങ്കിൽ നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന, ലോകം പഴിക്കുമ്പോഴും, ലോകം ഒറ്റപ്പെടുത്തുമ്പോഴും, ലോകം പാപിയെന്ന് അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോഴും, ഹല്ലേലൂയ, മാറോട് ചേർത്തണയ്ക്കുന്ന ഒരുവൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ധരിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ ചേർത്തണച്ച ഒരുവൻ, അവൻ കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ ഈ ലോകത്തിൽ വന്നത് നീതിമാന്മാരെ രക്ഷിപ്പാനല്ല, പാപികളെ തേടി, ആർക്കും വേണ്ടാത്തതിനെ തേടി. ഹല്ലേലൂയ. ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന യേശു ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്നും അവൻ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് തിരഞ്ഞു രക്ഷിക്കുന്ന നാഥനായി, അല്ലെങ്കിൽ അതിർവരമ്പുകളെ, മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും അതിർവരമ്പുകളെ വേർപിരിച്ചുകൊണ്ട് ഇന്നും, ഹല്ലേലൂയ, കർത്താവിന്റെ കരം ചലിക്കുന്നു. ഹല്ലേലൂയ, അത് ഇനിയും ചലിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, അത് അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക്, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുവാൻ ലജ്ജിക്കാത്തത്. കാരണം ഞാൻ അവനെ തേടിപ്പോയതല്ല, എന്നെ തേടി, എന്റെ കഷ്ടതയിൽ തേടി വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പറയുവാൻ എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, യേശുവിനെ നമ്മളെ രക്ഷിക്കാൻ കഴിയും. അമ്മ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. കാരണം അങ്ങോട്ട് പോയ ഒരു ഷിജു അല്ല തിരിച്ചു വരുന്നത്. ഹല്ലേലൂയ. എൻ്റെ അമ്മ ചിന്തിച്ചു, ഇവന് മനോനില തെറ്റി. എൻ്റെ സഹോദരനെ വിളിച്ചു, ശ്രീജു ഓടിവാ, നിന്റെ സഹോദരൻ ഷിജു അനിയൻ എന്തോ പിച്ചുമ്പയും പറയുക. എൻ്റെ സഹോദരൻ ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചേ? എനിക്ക് സംഭവിച്ച വിഷയത്തെ രണ്ടാമത് ഞാൻ പറയുന്നത് എൻ്റെ സഹോദരനോടാണ്. എൻ്റെ സഹോദരൻ പറഞ്ഞു, ഇവനെ ആരോ പിടിച്ചുകൊണ്ടുപോയി മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തു. പെന്തക്കോസ്തുകാരുടെ സ്ഥിരം പരിപാടിയാ. ഏതെങ്കിലും വീടുകളിൽ കയറി അവരോട് കണ്ണടയ്ക്കാൻ പറയും, മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തു. അതിനുശേഷം അവരെ അതിനടിമകളാക്കിയിട്ട് അവരെ മതപരിവർത്തനം നടത്തും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ സഹോദരൻ പറഞ്ഞു, അതുപോലെ ഇവനെയും ആരോ പിടിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്.
എന്നാൽ സഹോദരൻ പറഞ്ഞു, നമുക്ക് അങ്ങനെ നാണം കെട്ട് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ സേവിച്ചുകൊണ്ട് ഒരു രക്ഷയും ഒരു നന്മയും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞങ്ങള് കിടന്നുറങ്ങി. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ അകത്ത് ഒറ്റ ചിന്ത മാത്രം, ഈ സത്യം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എൻ്റെ സഹോദരൻ അറിയണം, എൻ്റെ അമ്മ അറിയണം, നമ്മളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും എന്ന് എൻ്റെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ വാതിൽ തുറന്നു. എൻ്റെ സഹോദരൻ വിഷമന്വേഷിച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം മേടിച്ചുകൊണ്ട് വരും, ആ ലെവലിൽ നിൽക്കുമ്പോൾ ആ വാതിൽക്ക് മുട്ട് കേട്ടു. വാതിൽ തുറന്നു നോക്കുന്നത് കണ്ടത് കഴിഞ്ഞ ദിവസം അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ ചെറിയ ഷെഡിനകത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന്റെ അഭിഷിക്തനാണ്. അദ്ദേഹത്തിന് ആ ദേശത്ത് ഞങ്ങളെ അറിയാം. ആ രാമചന്ദ്രൻ നായരുടെ ഭവനത്തിൽ നിന്ന് ഇളയ മകനാണ് അതെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ അദ്ദേഹം ഞങ്ങളുടെ വീട് അന്വേഷിച്ചു വന്നു. വീട്ടിൽ വന്നു. അമ്മയോട് പറഞ്ഞു, ഇന്നലെ മകൻ അവിടെ കണ്ടു, പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങളോട് ദൈവത്തിന് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, ക്രിസ്ത്യാനികളെന്ന് ഞങ്ങളുടെ വീട്ടിൽ കയറ്റാറില്ല, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, അറിയാൻ വേണ്ട. പക്ഷെ ആ മനുഷ്യൻ മുറ്റത്ത് നിന്നുകൊണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, മാതാവേ, നീ നിന്റെ മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയല്ലേ? പല രാത്രിയിലും ഈ കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്തി നീ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പല തീരുമാനങ്ങൾ എടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, ആരാണ് നിങ്ങളോട് ഈ രഹസ്യങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ആ ദൈവത്തിന്റെ അഭിഷിക്തൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറവായിട്ടില്ല. ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരുവനുണ്ട്. അവൻ അതിന്റെ ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസന്റെ ദാസനോട് അമ്മ പറഞ്ഞു, അകത്തേക്ക് വരിക. അദ്ദേഹം അകത്തേക്ക് വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോ അനുഭവങ്ങളായിരുന്നു, ഓരോ വ്യക്തികൾ പറഞ്ഞ വാക്കുകളായിരുന്നു, ഞങ്ങൾ അനുഭവിച്ച നിന്ദകളായിരുന്നു. ആ മനുഷ്യൻ എണ്ണി 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 പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ അമ്മ പാവിട്ട് കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ എന്ന് ഹല്ലേലൂയ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ആ അഭിഷിക്തൻ പറഞ്ഞു, മാതാവേ, നീ കരയണ്ട, നിന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല, നിന്റെ ഭർത്താവിനെ ജീവനോടെ മടക്കി കൊണ്ടുവരുവാൻ ഈ ദൈവം ശക്തനാണ്. 4 വർഷമായി മരിച്ചു മണ്ണിടിഞ്ഞു പോയെന്ന് വിശ്വസിച്ചിരുന്ന ഞങ്ങളുടെ ജാതകം പറഞ്ഞു തീർന്നു പോയെന്ന്. പക്ഷെ അഭിഷിക്തൻ പറഞ്ഞു തീർന്നിട്ടില്ല. അതിൽ തീർന്ന ഇടത്തു നിന്ന് ആരംഭിക്കുന്ന ഒരുവനുണ്ട്. നാം മരിച്ച നാറ്റം വെച്ച ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നിങ്ങളോട് പറയുന്ന ദൂതാണ്, നിന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല, ജീവനോടെ മടക്കിക്കൊണ്ടുവരും. അന്ന് അഭിഷിക്തൻ എന്റെ ഭവനത്തിനകത്ത് നിന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞ ദൂതകളാണ് ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിന്റെ മക്കൾ ശുശ്രൂഷകരായി തീരും, നിന്റെ കുടുംബത്തെ ദൈവം ഹല്ലേലൂയ മാനിക്കും, ഉയർത്തും. നിങ്ങളിലൂടെ അനേക ഹല്ലേലൂയ കർത്താവിനെ അറിയുന്നവരെ. അതൊന്നും ഞങ്ങൾക്ക് അന്നത്തെ ദൂതുകളൊന്നും ഞങ്ങൾക്ക് യാതൊരു പിടിയുമില്ല. അത് ദൈവത്തിന്റെ ആലോചനയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ മനുഷ്യൻ ആ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ, ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ വീട്ടിൽ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കാരണം ആ ദൂത് പറഞ്ഞ് അയച്ചവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ദൈവം ആ ഭൃത്യൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോടും പറയുവാൻ കഴിയും, ഒരു അഭിഷിക്തൻ എന്റെ ഭവനത്തിൽ വന്നൊരു ആലോചന പറഞ്ഞാൽ ദൈവമാണ് അയച്ചിട്ടുള്ളതെങ്കിൽ അത് നിവർത്തിപ്പാൻ ആ ദൈവം ശക്തനാണ്. അത് എന്നും നിവർത്തിക്കുന്ന ദൈവം എന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ അഭിഷിക്തൻ ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിനകത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു സമാധാനം. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഇന്നലെ എൻ്റെ ലൈഫിനകത്തും ഉണ്ടായി. അന്ന് സന്ധ്യാസമയമായപ്പോ ഞാനും എൻ്റെ അമ്മയും രാമനാരായണം ചൊല്ലി വിളക്ക് കത്തിച്ച് രാമനാരായണം ചൊല്ലുന്ന ഇടത്ത് ഞങ്ങൾ ഹല്ലേലൂയ ആ ന്യൂ ടെസ്റ്റമെന്റ് എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാൻ അറിയാവൂ. വാക്ചാതുര്യങ്ങളില്ല. പ്രാർത്ഥന എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ക്രിസ്ത്യൻ ചൊല്ലുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ ഞങ്ങൾക്കില്ല. പാട്ടുകൾ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഹല്ലേലൂയ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പക്ഷെ ഒരു ദിവസമായി 4ാമത്തെ ദിവസം എൻ്റെ സഹോദരനിടയ്ക്ക് പറഞ്ഞു, ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്, ഇതൊക്കെ ഹിപ്നോട്ടിസമാണ്, അവരെന്തൊക്കെ പറഞ്ഞിട്ട് പോയതാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോഴും 4ാമത്തെ ദിവസം അടുത്ത വീട്ടിൽ ഫോൺ വന്നു. അമ്മ ചെന്ന് അമ്മയ്ക്ക് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നെടുക്കുമ്പോൾ
ഹല്ലേലൂയ മരിച്ചുപോയി എന്ന് പറഞ്ഞ എൻ്റെ അപ്പന്റെ ശബ്ദം കേൾക്കുവാനായി ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരോട് ദൂത് പറയുന്നു. തീർന്നു എന്ന് ഒരുപക്ഷെ ലോകം പറയും, പക്ഷെ ദൈവം ആരംഭിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ അവസ്ഥകളെ മാറ്റാമെന്ന്, നിന്നെ സൗഖ്യമാക്കാമെന്ന്, നിന്നെ വിടുവിക്കാമെന്ന്, നിന്റെ തലമുറകളെ തൊടാമെന്ന്, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൂത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറച്ചു വിശ്വസിച്ചു. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരുവന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്നെ സൂവിലൂടെ കേൾക്കുന്ന ചിലരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ തീർന്നത് ഇടത്തു നിന്ന് ആരംഭിക്കുന്ന ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ശൂന്യതകളിൽ നിന്ന് പണിതെടുക്കുന്ന ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ ചങ്ങലകൾക്കകത്തു കിടന്ന്, ഹല്ലേലൂയ മരണം കാത്തുകിടന്ന ആ പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ച് ചങ്ങലകളെ പൊട്ടിച്ചു പുറത്തു കൊണ്ടു നിർത്തി, ഹല്ലേലൂയ ആരൊക്കെയാണോ അവനെ കൊല്ലാൻ പദ്ധതിയിട്ട അതേ പട്ടണത്തിന്റെ മധ്യത്തിൽ കർത്താവിനെ ഉയർത്തുന്നവനാക്കി മാറ്റിയെങ്കിൽ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ അവസാനിപ്പിക്കുവാൻ പദ്ധതിയിട്ട ഏത് സ്വാധീന ശക്തികളുടെ മുമ്പിലും നിന്നെ ജയാളിയായി നിർത്തുന്ന, നിന്നെ ജയകരമാക്കി മാറ്റുന്ന, നിന്നെ പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ നിന്നെ ജയത്തോടെ നിർത്തുന്ന ഒരുവന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കപ്പെടുന്നു എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. നീ പരാജയപ്പെട്ട് നിന്നാപാത്രമായി ഹല്ലേലൂയ മക്കളുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ നിന്നാപാത്രമായി അവസാനിക്കേണ്ടതല്ല നിന്റെ ജീവിതം. അവർ അവസാനിക്കുമെന്ന് വിധി എഴുതിയിരിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ജയോത്സവമായി നടത്തുന്ന, ജയകരമാക്കി മാറ്റുന്ന ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി സൂമിലൂടെ എന്നെ കേൾക്കുന്ന ചില ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്ന് ഈ വരുന്ന ചില നാളുകൾക്കകത്തു തന്നെ ജീവിതത്തിൽ അത്ഭുതകരമായ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു വരുന്നത് ചാരമാകുമെന്ന് കരുതുന്ന ഇടത്ത് അത് ജീവൻ വെച്ച് പുറത്തു വരുവാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ഇന്ന് രാത്രി ചിലരുടെ അവസ്ഥകളെ ദൈവം മാറ്റുവാൻ പോയി. നീ വിശ്വസിച്ചോ? ഹല്ലേലൂയ ഒട്ടും സംശയിക്കാതെ വിശ്വസിച്ചോ? അസാധാരണമായ ഒരു അഭിഷേകം ഇന്ന് രാത്രി അല്ലെങ്കിൽ ചിലതിനെ ജീവൻ വെപ്പിക്കുന്ന, നീ കേട്ട ചില ദൂതുകൾ നിനക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഈ അല്ലെങ്കിൽ നാളുകളിൽ ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. മെയ് മാസം അല്ലെങ്കിൽ തീരുന്നതിന് മുമ്പ് ചിലരുടെ ജീവിതങ്ങളിൽ ചില പ്രാർത്ഥനകളുടെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. I declare in the name of Jesus. Hallelujah. Yes. Hallelujah. Yes. Hallelujah. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് ലോകം പറഞ്ഞ ഇടത്തു നിന്ന് പരിശുദ്ധാത്മാവ് ചിലത് ആരംഭിക്കുവാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ ജാതകം പറഞ്ഞു അവസാനിച്ചു. ഞങ്ങളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും പറഞ്ഞു ഇവർക്ക് ഇനി രക്ഷയില്ല, ഇവരുടെ തലയിലെഴുത്താണ് വിധിയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലയിലെഴുത്തുകളെ മാറ്റിമറിക്കുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളെ വിധിച്ചിട്ടിരിക്കുന്നവരുടെ മുമ്പിൽ, നീ ഇത്രേ ആകൂ എന്ന് വിധിച്ചിട്ടിരിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ കൊണ്ട് ഇതേ പറ്റൂ എന്ന് അതിന് വരച്ചിട്ടിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയും? അല്ലെങ്കിൽ നിന്നെ കുറിച്ചുള്ള മുൻവിധികളെ മാറ്റിമറിക്കും, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ തലമുറകളെ കുറിച്ചുള്ള മുൻവിധികളെ തിരുത്തി കുറിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട ജീവിതത്തിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ അത്ഭുതങ്ങളിലേക്ക് ചലിപ്പിക്കുവാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അന്ന് എന്റെ ഹല്ലേലൂയ എന്റെ അമ്മ പറഞ്ഞു, ആ ശുശ്രൂഷകനെ വിളിക്ക്. അദ്ദേഹം പറഞ്ഞതുപോലെ ആ അത്ഭുതത്തെ കർത്താവ് ചെയ്തിരിക്കുന്നു. എന്റെ അപ്പൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞു. വർഷങ്ങൾ 4 വർഷമായി ഒരു ഹിഡൻ ജയിലിനകത്ത് ഒരു തീവ്രവാദിയെ പോലെ ഹല്ലേലൂയ പിടിച്ചിട്ടിരുന്ന എൻ്റെ അപ്പനെ ഹല്ലേലൂയ, എൻ്റെ അപ്പന്റെ പഴയ ഒരു അറബി ആ ദിവസങ്ങളെ കാണുവാനും ഞങ്ങളുടെ ഭവനത്തിലേക്ക് വിളിക്കുവാനും ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുവാനുമുള്ള അവസരമുണ്ടാക്കി. നോക്കിയേ എത്ര ദൈവത്തിന്റെ പ്രവൃത്തി, എത്ര അത്ഭുതം.
സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകളെ തുറക്കുന്ന, നാം ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പ്രാർത്ഥിച്ചാലും ലോകത്തിന്റെ ഏത് കോണിലും പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ ഹല്ലേലൂയ ആ ദൈവദാസനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, ഹല്ലേലൂയ, ഈ യേശുവിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന് ഞങ്ങൾ നേർച്ചകൾ നേർന്നാ മതിയോ? എണ്ണ തന്നാ മതിയോ? കൺവെൻഷൻ നേർന്നാ മതിയോ? ഫാന് മേടിച്ചു തന്നാ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോ അഭിഷിക്തൻ പറഞ്ഞു, മാതാവേ, എന്റെ ദൈവത്തിന് നിങ്ങളുടെ നേർച്ചയും കാഴ്ചയിലും പ്രസാദിക്കുന്നവനല്ല. നിന്റെ കാശ് കൊടുത്ത് ഈ ദൈവത്തെ മേടിക്കാൻ കഴിയില്ല. ഈ ദൈവത്തിന് വേണ്ടത് നിങ്ങളെയാണ് യേശുവിന് വേണ്ടത്. നിങ്ങളുടെ ഹൃദയം യേശുവിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, യേശുവിനെ നിങ്ങളുടെ സ്വന്തം നാഥനായി രക്ഷകനായി സ്വീകരിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ, ആ യേശു നിങ്ങളുടെ ഭവനത്തിൽ വസിക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കും. അവൻ നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ മുഴങ്കാൽ മടക്കി ഞങ്ങൾ 3 പേരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അന്ന് ഞങ്ങള് ഹല്ലേലൂയ അടുത്ത ഞായറാഴ്ച ആ ന്യൂ ടെസ്റ്റ്മെന്റും പിടിച്ച് ആ വിഷമന്വേഷിച്ചു പോയ അതേ വരമ്പിലൂടെ ഞാനും എൻ്റെ അമ്മയും സഹോദരനുമായി ഞങ്ങൾ ആ പള്ളിയിൽ ആ ചെറിയ കൂട്ടായ്മയിൽ ഓല കൊണ്ടുമേഞ്ഞ ആരൊരു പായ കൊണ്ടും ചുറ്റും മറച്ച ആ ചെറിയ കൂട്ടായ്മയ്ക്കകത്ത് 10-15 പേർ മാത്രമുള്ള ആരാധനയ്ക്കകത്ത് ചെന്നിരുന്നു അവരോടൊപ്പം ഇരുന്ന് എന്ത് അതിശയമേ എന്ന പാട്ടൊക്കെ പാടി ആരാധിച്ചത് ഇന്നും മറക്കാൻ കഴിയുകയില്ല. എത്ര അനുഗ്രഹമായിരുന്നു എന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. മനോഹരമായ സന്തോഷകരമായ അനുഭവം ഒന്നും ഇല്ല എങ്കിലും ആ കൂട്ടായ്മകൾ ഭയങ്കരമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എത്ര ആനന്ദകരമായ അനുഭവമായിരുന്നു. അന്ന് ആ ആരാധനയൊക്കെ കഴിഞ്ഞ് ഭവനത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരിക. ഹല്ലേലൂയ. കടഭാരം എന്ന ഭാരം ഞങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് മാറി. അപ്പോഴും വിഷയങ്ങൾ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അടുത്ത 10-15 ദിവസത്തിനകത്ത് മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയ ബാങ്കുകാരുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ഭയം തോന്നിയില്ല. എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, കടഭാരം എന്ന ഭാരത്തെ ദൈവം, അത് പിശാചിൻ്റെതാണ്. ഭാരം പിശാച് കൊണ്ടിരുന്നതാണ്. അതാണ് അനേകരെ ആത്മഹത്യയിലേക്ക് ചലിപ്പിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട് കാണും, ഒരു മാതാവ് തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ, ജീവിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ അത് ഓർക്കുമ്പോൾ സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. കാരണം എൻ്റെ ദൈവമേ, ഇതുപോലെ 1994 ഞങ്ങളുടെ ഫോട്ടോ പത്രത്തിൽ വരേണ്ടതാണ്. അതായത് കടം നിമിത്തം ആത്മഹത്യ ചെയ്ത ഞങ്ങളുടെ ചിത്രം ഇതുപോലെ വരേണ്ടതായിരുന്ന ഇടത്ത് എൻ്റെ തമ്പുരാൻ ഞങ്ങളെ തേടി വന്നു. ഞങ്ങളെ ഇത്രമാത്രം അനുഗ്രഹിച്ചു മാനിച്ചുയർത്തിയത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരിക്കലും അവനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. വചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമായി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാറ്റി. ഹല്ലേലൂയ. എത്ര സന്തോഷകരമായ അനുഭവം. അന്ന് ഭവനത്തിലേക്ക് ഞങ്ങൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ ഭവനത്തിന് ചുറ്റും മരണ വീട് പോലെ ആൾക്കാർ നിൽക്കുവാണ്. 10-15 പേരുണ്ട്. എൻ്റെ അച്ഛൻ്റെ ആൾക്കാരുണ്ട്, അമ്മയുടെ ആൾക്കാർ ഉണ്ട്. ഹല്ലേലൂയ. ആൾക്കാർ അറിയിച്ചു, രാമചന്ദ്രൻ നായരുടെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും ഏതോ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വീട്ടിൽ ഏതോ പ്രാർത്ഥനക്കാർ വന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അവർ വളരെ ദേഷ്യത്തോടെ വീട്ടിനകത്തോട്ട് എല്ലാവരും കയറി വന്നു. അമ്മ കട്ടന്റെ പുറകിലേക്ക് അടുക്കളയിലേക്ക് മാറി നിന്നു. എന്നെയും ജ്യേഷ്ഠനെയും ഇരിക്കാൻ പറഞ്ഞു. ഭീഷണിപ്പി ഞങ്ങളോട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് കൈവശം തന്നത്? ആരാണ് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്? ഒന്ന് ഹല്ലേലൂയ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഇനി ആരെങ്കിലും ഈ വീട്ടിൽ വന്നാൽ, ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയെന്ന് പറഞ്ഞിറങ്ങിയാൽ നിങ്ങളെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ കറ്റൻ മാറ്റി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നപ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ പലരുടെ മുമ്പിൽ കരം നീട്ടുന്നത് പോലെ ഭിക്ഷക്കാരെ വന്നപ്പോൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വിശന്ന് തളർന്നപ്പോൾ, പഠിക്കുവാൻ നിവൃത്തിയില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരുന്നപ്പോൾ, ഞങ്ങളുടെ വീട്ടിന്റെ സ്ഥിതി അന്വേഷിച്ച് നിങ്ങളെ ആരെയും ഞങ്ങൾ കണ്ടില്ല. ഒരു നേരത്തെ ആഹാരം വാങ്ങിത്തരാമെന്ന് പോലും പറയാൻ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ മരണത്തിലേക്ക് താണുകൊണ്ടിരുന്ന ഞങ്ങളെ തേടി ഒരു കരം വന്നു. അത് ആണിപ്പഴുതുള്ള കരമാണ്. ആ കരത്തെ ഞങ്ങളെ പിടിച്ചു. ആ കരം ഞങ്ങളെ പിടിച്ചു. ആ കരത്തെ ഞങ്ങൾ പിടിച്ചു. ഇനി ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. അത് ഞങ്ങളെ തേടി വന്ന, ഞങ്ങളെ രക്ഷിച്ച, മരണത്തിൽ നിന്ന് ഞങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നത് ആ യേശു നിമിത്തമാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒറ്റ ദൈവം മതി എന്ന് പറഞ്ഞ് അതിന്റെ അമ്മ പറയുമ്പോ, ഹല്ലേലൂയ, എനിക്കറിയില്ല എത്ര
എത്ര ധൈര്യം എങ്ങനെയാണ് അമ്മയ്ക്കുണ്ടായതെന്ന് അറിയില്ല. കർത്താവ് നൽകിയ ആ ധൈര്യം അത് വിളിച്ചു പറയുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അഹങ്കാരികളാണ്, നിങ്ങളെ കൊന്നുകളയും, എന്റെ തലയറുത്തു വയ്ക്കും. അപ്പൊ അമ്മ പറഞ്ഞു, അല്ലെങ്കിലും ഞങ്ങൾ മരിക്കാനിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് മരണം ഒരു ഭയമല്ല. ഹല്ലേലൂയ. ഇനി ഞങ്ങൾക്ക് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ മരണം ഞങ്ങൾക്ക് ലാഭം. ഹല്ലേലൂയ. ജീവിക്കുന്നെങ്കിലോ അത് ഹല്ലേലൂയ അത് ക്രിസ്തുവിനായി. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. അന്നു മുതൽ യേശുവിനെ പറയാൻ ഞങ്ങൾക്ക് ലജ്ജയില്ല. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ വന്നു. ഹല്ലേലൂയ. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയാണ്. രണ്ടാമത്തെ അത്ഭുതം. ഓരോ തവണ ബാങ്കുകാർ വരുമ്പോൾ ഞങ്ങൾ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ ഒരാളുണ്ട്, യേശുവേ രക്ഷിക്കണമേ. ഇവരോട് എന്ത് മറുപടി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ. ഹല്ലേലൂയ. അവർ വന്ന് വളരെ ശാന്തമായി ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി, ഞങ്ങളോട് ഇടപെടാൻ തുടങ്ങി. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ഉള്ള പല വസ്തുക്കളിൽ നിന്ന് ഓരോ വസ്തുക്കളായി ഞങ്ങൾ റിലീസ് ചെയ്തു തരാം. നിങ്ങൾ തന്നെ അത് വിറ്റിട്ട് കുറേശ്ശെയായിട്ട് അടയ്ക്കാനായിട്ട് ഓരോന്നായിട്ട് റിലീസ് ചെയ്യുന്നതനുസരിച്ച് അടയ്ക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും മനസ്സിലായി. കടിച്ചു കീറാൻ അതിൽ നിൽക്കുന്ന ദാനിയേലിനെ കടിച്ചു കീറാൻ നിന്ന സിംഹത്തിന്റെ വായെ അടച്ച സർവശക്തനായ ദൈവം എന്നും ഹല്ലേലൂയ സിംഹത്തിന്റെ വായടയ്ക്കുവാനുണ്ട്. നിനക്ക് വിരുദ്ധമായി വരുന്ന ഒന്നും നിനക്ക് ഭരിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ ഇസ്രായേലിന്റെ പരിപാലകൻ. അതിൽ നിനക്ക് വിരുദ്ധമായി വരുന്നവന്റെ വായടയ്ക്കുവാൻ ഇന്നും ശക്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി സംസാരിപ്പാൻ ഇന്ന് ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇടപെടുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ലോകം തള്ളിക്കളയുന്നവന് വേണ്ടി ഇടപെടുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പക്ഷത്ത് നിൽപ്പാൻ ആരും ഇല്ലെങ്കിലും ഹല്ലേലൂയ വചനം പറയുന്നു, അതിൽ നിന്റെ പക്ഷത്തുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവൻ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് വിരുദ്ധമായി പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. ഞങ്ങളുടെ വസ്തുക്കൾ ഏറ്റവും വലുത്, ഞങ്ങളുടെ വസ്തു വിൽക്കാനായിട്ട്, ഒരു സ്ഥലം വിൽക്കാനായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതെ ജപ്തിയായതാ. പക്ഷേ അതേ വസ്തു ഒരാൾ വന്ന് കണ്ടു. അന്ന് ഞങ്ങളത് ഞങ്ങളുടെ മനസ്സിനകത്ത് ഏകദേശം അന്നത്തെ ഇതിൽ ഒരു 50,000 രൂപ സെന്റിന് കിട്ടും. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞു, 10,000 ആരെങ്കിലും പറഞ്ഞ അത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കടം തീർത്ത് ആ കടം കുറേശ്ശെ തീർക്കാം, അതുപോലെ പട്ടിണി കിടക്കണ്ടല്ലോ. അതുകൊണ്ട് ആര് വന്ന് പറഞ്ഞാലും 10,000 രൂപയ്ക്ക് കൊടുക്കാം സെന്റിനെന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന ഇടത്ത് ഒരാൾ വന്ന് ആ വസ്തു കണ്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞു, 50,000 രൂപ വെച്ചാണെങ്കിൽ ഈ വസ്തു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോ ഹല്ലേലൂയ സത്യത്തില് ആ ദൈവത്തിന്റെ അത്ഭുതത്തെ ഓർത്ത് ഞങ്ങളൊരു സ്തോത്രം പറയാൻ തുടങ്ങി. കാരണം ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറഞ്ഞ് 10,000 രൂപയ്ക്ക് തന്നോളാന്ന് പറഞ്ഞേനെ. പക്ഷെ അതുപോലെ സമ്മതിക്കാതെ ഞങ്ങളുടെ ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും ഞങ്ങളെക്കാൾ ഹല്ലേലൂയ ശ്രദ്ധ കാണിക്കുന്ന, കരുതുന്ന, നടത്തുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. അയാളുടെ വീട്ടിനകത്ത് പിന്നെയും ഞെരുക്കങ്ങളുണ്ട്, കടങ്ങളുണ്ട്. കടങ്ങൾ കുറേശ്ശെ തീർത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 60-80 ലക്ഷം രൂപയാണ് അന്ന് 1994 ഞങ്ങളുടെ കടം. അപ്പോ അതൊരു ഇങ്ങനെ ആ ബാധ്യതയുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ വീട്ടിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കെതിരായി കേസുകളായി, ഞങ്ങൾക്കെതിരായി മതപരിവർത്തനം എന്ന് പറഞ്ഞ കേസായി. ഞങ്ങളെ പോകുന്ന ചർച്ചുകൾ അടിച്ചു പൊളിക്കാൻ ആൾക്കാർ വന്നു. ഞങ്ങൾക്ക് വിരുദ്ധമായി ഒത്തിരി പ്രതികൂലങ്ങൾ. എന്നെയും ജ്യേഷ്ഠനെയും ഒരേ ദിവസം തന്നെ ഞങ്ങൾ രണ്ടുപേർക്കെതിരായി 6-7 കേസുകൾ ഞങ്ങൾക്കെതിരായി കൊടുത്തു. പലവട്ടം പോലീസുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടി റിക്കമെൻഡ് ചെയ്യാൻ ഒരു മനുഷ്യനില്ല. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വലിയൊരു കൂട്ടം നിൽക്കുകയാണ്. ഞങ്ങളെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് കാണാൻ അങ്ങനെയുള്ള കേസുകളൊക്കെ കൊടുത്തപ്പോഴും അതിനകത്ത് ഒരു മനുഷ്യൻ റെക്കമെൻഡ് ചെയ്യാനില്ല. SI-യോട്, സർക്കിളിനോട്, DSP-യോട് ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇന്ന് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഹല്ലേലൂയ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ അതേ ഓഫീസർമാരെ പരിശുദ്ധാത്മാവ് ഒരുക്കി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിലല്ല, പോലീസോ അധികാരികളിലോ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് തക്ക സമയത്ത് ഇടപെടുന്ന ജീവിക്കുന്ന ദൈവത്തിലാണ്.
ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഭവനത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യ നിന്ദകൾ, ബന്ധുക്കൾ പെട്രോളും മണ്ണെണ്ണയും വാങ്ങിക്കൊടുത്ത് ഗുണ്ടകളെ വീട്ടിലായിട്ട് അത് കത്തിച്ച് കളയും. പലവട്ടം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന പള്ളികളെ അടിച്ചു തകർക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ അവിടെ മധ്യത്തിലെല്ലാം സ്വർഗത്തിലെ ദൈവം അതിശയകരമായി കാത്തു. ഒരിക്കലും ഞങ്ങൾക്ക് വിരുദ്ധമായി RSSകാർ വലിയൊരു പൂജ നടത്തി. എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് വലിയൊരു കൂട്ടം പേര് നിന്നുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് വീട്ടിന്റെ മുറ്റത്ത് വലിയൊരു മണിയടിക്കുന്ന ശബ്ദം. അവിടെ നോക്കുമ്പോൾ വലിയ ഒരു മനുഷ്യന്റെ അത്രയും ഇതിലുള്ള ഇലയൊക്കെ ഇട്ട് ആൾക്കാരിൽ നിന്ന് പൂജ ചെയ്യുകയാണ്. അവർ പറഞ്ഞു, ഇത് മറികടന്നാൽ നിങ്ങൾക്ക് 90 തികയ്ക്കുകയില്ല, ഒന്നുകിൽ നിങ്ങൾ മടങ്ങി വരും, അല്ലെങ്കിൽ നിങ്ങൾ 90 തികയ്ക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്തു. അപ്പോൾ ഞങ്ങള് അന്ന് ഭയപ്പെട്ടില്ല. ഞങ്ങള് അവിടെ നിന്നു. ഇവർ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത് മറികടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ജ്യേഷ്ഠനും സ്തോത്രം പറഞ്ഞുകൊണ്ട് മറികടന്നു. ഞങ്ങൾ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല, കാരണം ഞങ്ങളുടെ ദൈവം നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിലുള്ള ദൈവമല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവര് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ മുമ്പേ തന്നെ മറികടന്നു. 1 മാസമായി, 1.5 മാസം കഴിഞ്ഞ് അവർ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞങ്ങൾക്ക് അസുഖം പിടിക്കുന്നുണ്ടോ, ഞങ്ങൾ ചാകുന്നുണ്ടോ, ഞങ്ങൾക്ക് ആക്സിഡന്റ് പറ്റുന്നുണ്ടോ, ഞങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിൽ പോകാന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷെ ഇതിന് ലീഡർഷിപ്പ് കൊടുത്ത ആ മനുഷ്യൻ, ആ സഹോദരൻ ഒരു വണ്ടി ആക്സിഡന്റില് വണ്ടി കത്തി, ആ വണ്ടിക്കകത്തിരുന്ന് എരിഞ്ഞ് ആ ഭസ്മമായിപ്പോയി. അതിന് നേതൃത്വം കൊടുത്ത, കാശ് കൊടുത്ത. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 50 മീറ്റർ മാറിയാണ് അവരുടെ വീട്. ആ വീട്ടിലേക്ക് ഗവൺമെന്റ് അതോറിറ്റി ഒരു കുടത്തിൽ അവന്റെ ഭസ്മം ആക്കി കൊണ്ട് കൊടുക്കുമ്പോൾ ആ അമ്മ ഇതിനെ ഉയർത്തി 1000 നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ പറഞ്ഞത്, അന്നേ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞതാ, ആ വീട്ടുകാരോട് ഇതിനൊന്നും പോകരുത്, അവരുടെ ദൈവത്തോട് കളിക്കരുത് എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞതാ. പക്ഷേ അവൻ കേട്ടില്ല. ഇന്ന് എൻ്റെ മകൻ ഇതാ ചാരമായി വന്നു എന്ന് പറഞ്ഞപ്പോ ജനത്തിന്റെ മധ്യത്തിൽ ഭയം പിടിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ ദൈവം ഇങ്ങനെ ചെയ്യുന്ന ദൈവം എന്നല്ല ഞാൻ പറയുന്നേ. പക്ഷെ എന്നും എൻ്റെ കർത്താവ് മിണ്ടാതിരിക്കുന്നവനല്ല, എന്നും നീ നിന്ദിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുന്നവനല്ല, എന്നും നിന്റെ മേൽ അതിന്റെ കുതിര കയറാൻ വിട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. ഒരു നാൾ നിനക്ക് വേണ്ടി ചോദിക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ജനത്തിന്റെ മധ്യത്തിൽ ഭയം വരുത്തുന്ന തരത്തിൽ ആത്മാവിൽ ഞാൻ ചിലരോട് ഹല്ലേലൂയ ദൂത് പറയുകയാണ്. നീ മിണ്ടാതിരുന്ന് നിന്റെ ദൈവമാരെന്ന് അറിഞ്ഞുകൊള്ളുക. നീ സംസാരിക്കാൻ പോകാതിരുന്നാൽ, നീ ഹല്ലേലൂയ എതിർവാക്ക് പറയാൻ പോകാതിരുന്നാൽ, ഈ ദൈവത്തിന്റെ വാക്ക്, ദൈവം ഇടപെടുന്നത് ഹല്ലേലൂയ നിനക്ക് ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി. ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ആക്രമിക്കാൻ വന്നപ്പോഴും ഞങ്ങൾക്ക് പറയാൻ ഹല്ലേലൂയ ദൈവമേ ഉള്ളായിരുന്നു. ഞങ്ങൾ പ്രതികരിക്കാൻ പോയില്ല. പക്ഷേ ദൈവം പ്രതികരിക്കാൻ എഴുന്നേറ്റു. സ്തോത്രം. അതിന്റെ ജനങ്ങളുടെ ഇടയിൽ ഭയം വരുമാർ. പിന്നെ ഞങ്ങളോട് അവർ ഒന്നും മിണ്ടില്ല. ഞങ്ങളെ അന്നുവരെ കളിയാക്കിക്കൊണ്ടിരുന്നവർ, ചെളിവാരി എറിഞ്ഞവർ. ഞാനും അമ്മയും ചർച്ചിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ മേൽ ചെളിവാരി, വയലിൽ നിന്ന് ചെളിവാരി എറിഞ്ഞു, അത് നാണം കെടുത്തി പരിഹസിച്ച് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരികെ വന്ന നാളുകളുണ്ട്. ഞങ്ങൾക്ക് വിരുദ്ധമായി എഴുതി വെച്ച പോസ്റ്ററുകൾ ടൗണുകളിലും ജംഗ്ഷനുകളിലും വെളുപ്പാങ്കാലത്ത് ഞാനും എൻ്റെ സഹോദരനും ഇറങ്ങിപ്പോയി കീറിക്കളയും. ചിലത് കീറാൻ വിട്ടുപോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കൂട്ടം കൂടി നിന്ന് പരിഹസിക്കും. വളരെ മോശമായി ഇവർ പള്ളിയിൽ പോകുന്നത് മോശ പരിപാടികൾക്കാണെന്നുള്ള രീതികളിലും അമേരിക്കൻ മിഷണറിമാരെ ആണെന്നും ചാരന്മാരാണെന്നും ഒക്കെ പറഞ്ഞ് പേരുകളും ഒക്കെ മാറ്റി എഴുതിയും ഒക്കെ നിന്ദിച്ച നാളുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങളെ തളർത്തിക്കില്ല. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ, അല്ലെങ്കിൽ പട്ടിണിക്കോ വാളുകൾക്കോ പ്രതികൂലങ്ങൾക്കോ നിന്ദകൾക്കോ ചങ്ങലകൾക്കോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയില്ലായിരുന്നു. ഹല്ലേലൂയ. ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയിലും ആത്മീയ അനുഭവങ്ങളിലും സ്വർഗത്തിൽ ദൈവം നടത്തി. പ്രതികൂലങ്ങൾ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് അടുത്ത 3 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു. ആ 3 വർഷം കൊണ്ട് ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പം വന്നപ്പോൾ അപ്പം ചിന്തിച്ചു, ഞങ്ങൾ ഒരു സാധാരണ ക്രിസ്ത്യാനികളെ പോലെ പള്ളിയിലും പോകും, ഒരുപക്ഷെ ക്ഷേത്രത്തിലും പോകും, പൊങ്കാലയും ഇടും,
നൂലും കെട്ടും എല്ലാം ചെയ്യുന്ന ക്രിസ്ത്യാനികളെ പോലെയാണ് ക്രിസ്ത്യാനി എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങള് കർത്താവിനെ അറിഞ്ഞപ്പോ ഒന്നാമതായി എൻ്റെ അമ്മ ചെയ്തത്, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാത്തിനും ഒരു ചാക്കി കെട്ടി ആക്രിക്കാരന് കൊടുത്തു. ആക്രിക്കാരന്റെ മുമ്പിലോട്ട് എടുത്തിടുമ്പോ ആക്രിക്കാരൻ ചാടി മാറുകയാണ്. അവൻ പറഞ്ഞു, ഇത് നമ്മുടെ ദൈവങ്ങളല്ലേ. അമ്മ പറഞ്ഞു, അത് നിന്റേതായിരിക്കാം, ഞങ്ങളുടെ വീട്ടിനകത്ത് ജീവിക്കുന്ന ഒരു ദൈവം വന്നു, നല്ലതാണേ ഒന്ന് മതി. ഒരു സ്വത്രം ഞങ്ങളുടെ നാട്ടിലെ പഴഞ്ചൊല്ലാണ്, നല്ലതാണ് ഒന്ന് മതി. ഹല്ലേലൂയ. ഞാൻ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഓരോ വിഷയത്തിന് ഓരോ ദൈവങ്ങളുടെ അടുക്കൽ പോയവരാണ്. പക്ഷേ അതിൽ യേശുവിനെ അറിഞ്ഞപ്പോ ഒന്ന് കിട്ടി, ഒറ്റ നാമം, സകല നാമത്തിനും മേലായ നാമം. ആ നാമത്തിൽ സകലത്തിനുമുള്ള മറുപടിയുമുണ്ട്. ഏത് വിഷയത്തിനും നീ വേറൊരാളെ തേടി പോകണ്ട, വേറൊരിടത്ത് പോകണ്ട. യേശുവെ എന്ന് വിളിച്ചാൽ ലഭിക്കാത്ത, അതിന് മറുപടി ലഭിക്കാത്ത വിഷയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ വിശ്വാസത്തിലാണ്. അപ്പം പറഞ്ഞു, സാരമില്ല, നിങ്ങളും വിശ്വസിച്ചോ, എനിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അപ്പന്റെ ധാരണ നമുക്ക് വെള്ളിയാഴ്ച ക്ഷേത്രത്തിലും ഞായറാഴ്ച അമ്പലത്തിലും പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഭീമാപള്ളിയിലും ഒക്കെ പോകുന്ന ക്രിസ്ത്യാനിയെ പോലെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് പകരം ഞങ്ങള് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പം ചോദിച്ചു, നമ്മുടെ വിളക്കെന്ത് വിഷയം? അപ്പോഴപ്പം ശ്രദ്ധിക്കുന്ന നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന അപ്പന്റെ ഇഷ്ട ദൈവങ്ങളൊന്നും കാണാനില്ല. എവിടെയെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു, ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. പക്ഷെ അപ്പോഴപ്പം പറഞ്ഞു, ഇല്ല, ഞാൻ ഹിന്ദുവായി ജനിച്ചു, ഞാൻ കല്യാണം കഴിച്ചത് ഹിന്ദുവായ സ്ത്രീയാണ്, എനിക്ക് ജനിച്ച മക്കൾ ഹിന്ദുക്കളാണ്, ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ട് മരിക്കും, എനിക്കിതിനെ പിൻപറ്റാൻ പറ്റില്ല. നാളെ എനിക്ക് ഇതിനകത്ത് ബൈബിൾ കാണരുത്, നാളെ ഇതിനകത്ത് വിളക്ക് കത്തിക്കണം. പിറ്റേ ദിവസം അപ്പൻ നാട്ടിലേക്ക് ഒക്കെ ഇറങ്ങി തിരിച്ചു വന്ന് വാതിൽ വന്ന് അമ്മ വാതിൽ തുറക്കുമ്പോൾ വാസ്തവത്തിൽ അപ്പൻ എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് വീട്ടിനകത്തോട്ട് കയറി. കാരണം നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് ദേഷ്യത്തോടെ വന്ന് അന്ന് തുടങ്ങി ആ ബൈബിൾ എടുത്ത് കത്തിച്ചു കളഞ്ഞ് ഞങ്ങളെല്ലാം പൊതിരെ തല്ലി, എനിക്ക് നാണം കേട് കൊണ്ട് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ ഞങ്ങളെ ഒത്തിരി ഉപദ്രവിക്കുമ്പോഴും ഞങ്ങൾ മിണ്ടാതിരുന്ന് ഹല്ലേലൂയ കർത്താവിനെ കുറിച്ച് സ്തോത്രം പറയുമ്പോഴും ഞങ്ങളെ ശക്തമായി ഉപദ്രവിച്ചു. അടുത്ത 3 വർഷം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നാട്ടുകാരിൽ നിന്ന് അനുഭവിച്ചതിനേക്കാളും ഏറ്റവും അധികം, ഞാൻ ചുരുക്കത്തിൽ പറയാം, എൻ്റെ അമ്മ അപ്പന്റെ മുമ്പിൽ വന്നാൽ കൊന്നുകളയും. അതുകൊണ്ട് വീട്ടിന്റെ പുറകിൽ ഒരു അകത്തു നിന്ന് പൂട്ടിയാണ് എൻ്റെ അമ്മ ജീവിച്ചത്. നിങ്ങളുടെ അമ്മ ശാന്താകുമാരി ടെസ്റ്റ് മണി എന്ന യൂട്യൂബിൽ അടിച്ചാൽ അമ്മയുടെ സാക്ഷ്യം കേൾക്കാനായിട്ട് കഴിയും. ചില വർഷങ്ങൾ അപ്പോഴും ഞാനും എൻ്റെ ജ്യേഷ്ഠനും സ്നാനപ്പെട്ടു. എൻ്റെ അമ്മ സ്നാനത്തിന് വേണ്ടി പറഞ്ഞത്, എൻ്റെ ഭർത്താവിനോടുകൂടി ഒരുമിച്ച് ഞങ്ങൾ സ്നാനപ്പെടൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 2 മക്കളും കർത്താവിന്റെ വേലക്കാരാകണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച അമ്മ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ ഒന്നേ ഉള്ളൂ, നമ്മളെപ്പോലെ പുറമേ കാണുമ്പോൾ എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ അകത്ത് നീറുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരോട് യേശുവിനെ പറയണം, ഈ ക്രിസ്തുവിനെ കൊടുക്കണം. ഇനി നമ്മുടെ ദേശത്തിൽ ഒരു ആത്മഹത്യ ഉണ്ടാകരുത്, ഇനി ഈ നമ്മുടെ ദേശത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് ആരും മരിക്കരുത്, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി ജീവിതങ്ങൾ അവസാനിക്കരുത്. നിങ്ങൾ യേശുവിനെ പറയണം എന്ന് അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ രണ്ടുപേരും കർത്താവിന്റെ വേലക്കാരാക്കി മാറ്റിയത്. ഞങ്ങൾ സ്നാനപ്പെട്ട വേലക്കാരായി മാറി. ഞാൻ നോർത്ത് ഇന്ത്യയിൽ 1997 നോർത്ത് ഇന്ത്യയിൽ മിഷണറിയായി, അലഹബാദിൽ മിഷണറിയായിട്ട് ഞാൻ കടന്നുപോയി. അപ്പോഴും അപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പോകുന്നതൊക്കെ ഭയങ്കര ചരിത്രമാണ്, അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ കേൾക്കുന്നവരെ, അതുകൊണ്ട് ഞാൻ മിഷണറിയായി പോകുന്നതോടുകൂടി വളരെ ശക്തമായ പീഡനമാണ് എൻ്റെ അമ്മയുടെ മേലുണ്ട്. അമ്മയെ കൊന്നുകളയാനുള്ള പദ്ധതികളിട്ടു, പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ എൻ്റെ അമ്മ ശക്തമായി പ്രാർത്ഥിച്ചു. 2000 ഞാൻ ആ സമയത്ത് ബൈബിൾ കോളേജ് പഠിക്കുക, എൻ്റെ സഹോദരൻ വീട്ടിലുണ്ട്. എൻ്റെ സഹോദരൻ പലപ്പോഴും പറഞ്ഞു, അമ്മയെ ഇത്രയും കഷ്ടം സഹിക്കേണ്ട, അമ്മ അപ്പം പറയുന്ന കേട്ടോ, ഞങ്ങളെങ്കിലും വിശ്വാസികളായി നിന്നോളാം. അമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവും ഒരുമിച്ച് സ്നാനപ്പെടും. ഒത്തിരി നിന്ദകൾ, ക്ഷീണങ്ങൾ, കഷ്ടങ്ങൾ ഇതിന്റെ മധ്യത്തിലും പ്രാർത്ഥിച്ച് 2000 അപ്പം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ പോവുകയാണ്. ഇനി എനിക്കിങ്ങനെ ഒരു ഭാര്യയില്ല, മക്കളില്ല, ഇങ്ങനെ ഒരു കുടുംബമില്ല, ഞാൻ വിട്ടുപോകുക. അന്ന് അപ്പന്റെ കാലേ വീണു. അമ്മ പറഞ്ഞു, എന്നോടൊപ്പം ഒരു പ്രാർത്ഥനയ്ക്ക് വരണം. എന്നാ അവിടെ ഒരു പവർ കോൺഫറൻസ് കിടക്കിയ 10 ദിവസം. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ദൈവം ഇടപെട്ടതുപോലെ അപ്പം പറഞ്ഞു, 1 അല്ല 10 ദിവസം വേണമെങ്കിലും വരാം, പക്ഷേ നിങ്ങളുടെ ദൈവം എന്നെ തൊട്ടാൽ
ഞാൻ നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ ദൈവം എന്നെ തൊട്ടില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണ്. അപ്പൊ അമ്മ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അപ്പനും വന്നു. ഒരു ദിവസം, 2 ദിവസം, 9ാമത്തെ ദിവസം വരെയും ഒരു അനക്കവുമില്ല. വളരെ കല്ലായിട്ടിരുന്ന എൻ്റെ അപ്പനെ ഒരു സഹോദരി തൻ്റെ ടെസ്റ്റ് പണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പൻ്റെ കണ്ണ് നിറഞ്ഞു. ആ യേശുവിനെ ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഓടി മുമ്പിലോട്ട് വന്നു. എനിക്കും യേശുവിനെ വേണമെന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ അപ്പൻ്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ശക്തമായി 2 മണിക്കൂറോളം ആത്മാശക്തിയിൽ അന്യഭാഷകളോടെ എൻ്റെ അപ്പൻ പരിശുദ്ധാത്മാവ് നിറവിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ തുടങ്ങി. എൻ്റെ അപ്പൻ്റെ നാവിനെ കർത്താവ് തൊട്ടു, ഹൃദയത്തെ തൊട്ടു. ഒരു അതിൻ്റെ കല്ലായിട്ടുള്ള ഹൃദയത്തെ മെഴുകുപോലെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയുമായി ഒരുമിച്ച് സ്നാനം സ്വീകരിച്ച് ഭവനത്തിലേക്ക് എൻ്റെ ഫാമിലിയെ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ വേലയ്ക്കായിട്ട് വിളിച്ചു. ഞങ്ങളുടെ വീടും സ്ഥലവും എല്ലാം വിറ്റ് എല്ലാ കടവും തീർത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ 2003 തൊടുപുഴ എന്ന സ്ഥലത്തേക്ക് മിഷണറി ആയിട്ട് ആ കാത്തലിക്സുകാരുടെ ഇടയിലേക്ക് മിഷണറി ആക്കണം. കാരണം ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ കുടുംബമായിട്ട് നിൽക്കാനും പ്രവർത്തിക്കാനും ഒന്നും ഇന്നത്തെ ആൾക്കാർ സമ്മതിക്കില്ല. 5000 രൂപ വീട് വിറ്റു, എല്ലാം വിറ്റു. വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജീവനുള്ള ദൈവം, ആ ദൈവത്തെ വിശ്വസിച്ച് അവന്റെ വിളി കേട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. തൊടുപുഴ എത്തി. അവിടെ നിന്ന് ഞങ്ങളുടെ ശുശ്രൂഷ മിഷണറി കുടുംബം പോലെ ദൈവം എവിടോട്ട് പറയൂ അവിടെ ഞങ്ങൾ പോകും. ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതും. ചിലപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ട്, പാടം എടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വീട് വിടാന്തരം കയറി ഇറങ്ങി യേശുവിനെ പറയാൻ തുടങ്ങി. രക്ഷിക്കപ്പെടുന്നവരെ അതാത് സഭകളിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് മൂവ് ചെയ്ത് അങ്ങനെ ബാംഗ്ലൂരെത്തി. ഇതിൻ്റെ ഇടയിൽ എൻ്റെയും സഹോദരൻ്റെയും വിവാഹങ്ങളുടെ ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. 1 രൂപ വരുമാനമില്ല. എനിക്കും ജ്യേഷ്ഠനും ഒരു വരുമാനമില്ല. ഒരു സംഘടനയുടെ സപ്പോർട്ടില്ല. എന്തെങ്കിലും സ്ഥിര വരുമാനമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും 2 നായർ കുടുംബങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന നായർ പെൺകുട്ടികളെ, രാജി എന്ന എൻ്റെ വൈഫിന്റെ പേര്, അങ്ങനെ എൻ്റെ സഹോദരനും അങ്ങനെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങള് ബാംഗ്ലൂർ അങ്ങനെ എത്തി. അവിടെ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളിലുമൊക്കെ അങ്ങനെ ഞങ്ങൾ വേറെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൈവം പറയുന്ന അനുസരിച്ച് ആ സമയത്ത് എൻ്റെ വൈഫിനും എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിനും ഒക്കെ ജോലിയുണ്ട്, ലഭിച്ചു. അതൊക്കെ വെച്ച് ഞങ്ങളാൽ തന്നെ ശുശ്രൂഷയൊക്കെ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ സ്വന്തം ദേശത്ത് 2011 കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ദേശത്ത് നെടുമങ്ങാട് ഒരു വേലയുണ്ട്, നിങ്ങൾ അത് ചെയ്യണം. എൻ്റെ നാമത്തെ അവിടെയാണ് നിങ്ങൾ ഉയർത്തേണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ ദൈവശബ്ദം കേട്ട് അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് വന്നു. കാനഡയിലേക്ക് സെറ്റിലാകാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. പക്ഷേ ദൈവശബ്ദം കേട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്ത് വന്നു. വട്ടപൂജ്യമാണ് അപ്പോഴും. പക്ഷേ ദൈവം ഞങ്ങൾക്ക് നെടുമങ്ങാട് ഒരു ചെറിയ ഹോൾ ഒരുക്കി അവിടെ പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഓരോ കുടുംബങ്ങളെ, ജാതികളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 2012 തുടങ്ങിയ കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയ മിനിസ്ട്രി സ്വർഗത്തിലെ ദൈവം ഇന്ന് അനുഗ്രഹിച്ച് 2000-ലധികം പേരെ, ജാതികളായിട്ടുള്ളവരെ സ്നാനപ്പെടുത്താൻ സഹായിച്ചു. ചർച്ചിനകത്ത് ഇന്ന് 2000-ഓളം പേർ ആരാധിക്കുന്നു. 10-ലധികം ബ്രാഞ്ച് ചർച്ചസുകളുണ്ട്. 25-ഓളം ഫുൾ ടൈം ശുശ്രൂഷകരുണ്ട്. 100-ലധികം ലീഡേഴ്സുകളുമായിട്ട് ദൈവം കഴിഞ്ഞ 12 വർഷമായി നെടുമങ്ങാട് പട്ടണത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചതുണ്ട്, കർത്താവെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ ഒരു സ്ഥലമുണ്ട്. ദൈവം അതേ പട്ടണത്തിൽ സഭ തന്നു, ശുശ്രൂഷകർ തന്നു, ശുശ്രൂഷകരെ തന്നു, ആത്മാക്കളെ തന്നു. വിവിധ ജാതികൾ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന കൂട്ടായ്മ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ നെടുമങ്ങാട് പ്രവർത്തിപ്പാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിനകത്ത് യേശു യേശു ബെഥാനിയിലേക്ക് വന്നു. കല്ലറയുടെ മുമ്പിൽ നിന്ന് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യേശു മേലോട്ട് നോക്കി, പിതാവേ, 41 വാക്യം, മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലതും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കല്ല ദൈവം മറുപടി തരുന്നേ, നമ്മൾ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾക്ക്. ഇവിടെ മാർത്തയും മറിയയും ലാസറിന്റെ ഉയർപ്പിന് വേണ്ടി ഒരു വാക്കുപോലും ചോദിക്കുന്നില്ല. പക്ഷെ യേശു പറയുന്ന ഒരു കാര്യം, കർത്താവേ, എന്നെ നീ അയച്ചു എന്ന് ഈ ചുറ്റും നിൽക്കുന്ന ജനം അറിയേണ്ടതിന് നീ ലാസറെ പുറത്തു കൊണ്ടുവരണം. ഈ ലാസറെ പുറത്തു കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ
മാർത്തയുടെയും മറിയുടെയും പ്രാർത്ഥനയല്ല, ആഗ്രഹമല്ല. പക്ഷെ അവർക്കറിയാം തൻ്റെ സഹോദരനെ പുനരുദ്ധാനത്തിൽ കാണാമെന്ന് യേശു പഠിപ്പിച്ച വചനത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ അത്ഭുതം നടക്കുന്നത് ഇവരെ നിന്ദിച്ചവരും പരിഹസിച്ചവരും, ലാസറിന്റെ ദീനമായി കിടന്നപ്പോൾ നിന്റെ നാഥൻ എന്തേ, പ്രിയപ്പെട്ടവൻ എന്തേ എന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ മാനിക്കേണ്ടതിന്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഇവർ കാണേണ്ടതിന്. കർത്താവെ, മാർത്തയും മറിയും വിശ്വസിക്കേണ്ടതിനല്ല, പരിഹസിച്ചവർ കാണേണ്ടതിന്, നിന്ദിച്ചവർ കാണേണ്ടതിന്, ഒറ്റപ്പെടുത്തിയവർ കാണേണ്ടതിന് ലാസറെ പുറത്തു വരിക. ആത്മാവിൽ ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ ഉയർത്തുന്നതെന്ന് അറിയാമോ? ഇതൊന്നും നമ്മുടെ കഴിവോ ഗുണമോ എന്നല്ല. ആരൊക്കെയോ ഒളിഞ്ഞിരുന്നും പാത്തിരുന്നും ഒക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയവർ, പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കേണ്ടതിന്. ഹല്ലേലൂയ. നീ ചോദിച്ചതായിരിക്കില്ല നിന്റെ നന്മകൾ. ഞാനൊന്ന് പറയാം, ഞങ്ങൾക്ക് നന്മ ഉണ്ടാകണമെന്നോ ഉയർച്ച ഉണ്ടാകണമെന്നോ പിന്നെ ധനാഢ്യര വീടുണ്ടാകണോ ഒന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചല്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമുള്ള, കർത്താവെ, നിന്റെ നാമം മഹത്വം എടുക്കണം, നിന്റെ രാജ്യം വിശാലമാകണം. അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങൾക്ക് തന്ന കാഴ്ചപ്പാട് മുമ്പേ സീക്ക് ഹിസ് കിങ്ഡം ഫസ്റ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് ടു യു. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും, ഇതൊക്കെ തരും അവന്റെ രാജ്യം. പക്ഷെ ദൈവം ഞങ്ങളെ അതേ പട്ടണത്തിൽ മടക്കിക്കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഒരുപക്ഷെ കാനഡയിൽ സെറ്റിലാകാം, അമേരിക്കയിൽ സെറ്റിലാകാം. പക്ഷെ കർത്താവ് പറഞ്ഞു ഇല്ല, നെടുമങ്ങാതെ. കാരണം നിങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ ഇവർ കാണേണ്ടതിന്. ഇന്ന് ഞങ്ങളുടെ ബന്ധുക്കൾ എന്താ പറയുന്നത് എന്നറിയോ? ഒരു നാൾ ഞങ്ങളെ നോക്കി അവർ പറഞ്ഞിരുന്നു, ഇവര് ഞങ്ങളുടെ ബന്ധുക്കളല്ല എന്ന് പറയുക. ഞങ്ങളൊക്കെ പരസ്യമായി ജംഗ്ഷനിൽ വെച്ച് ഞങ്ങളുടെ പുറകെ ബന്ധുവൊന്നും അച്ഛനാ കൊച്ചാന്നൊന്നും പറഞ്ഞ് നടക്കരുത്, ഞങ്ങൾക്ക് നാണക്കേടാന്ന് പറയാം. പക്ഷെ ഇന്ന് അവരവരുടെ തലമുറകൾ പറയുന്നതെന്നറിയോ? ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടി വിയിലൂടെ പ്രസംഗിക്കുമ്പോൾ, ഞങ്ങളുടെ പോസ്റ്റർ കാണുമ്പോൾ, ഞങ്ങളുടെ ചർച്ച പറയുമ്പോൾ ആൾക്കാർ പറയും, ആ ചർച്ച നടത്തുന്ന ആരാന്നറിയോ? അത് ഞങ്ങളുടെ രക്തബന്ധങ്ങളാ, ഞങ്ങളുടെ ആൾക്കാരാ എന്ന് പറയുന്ന തരത്തിൽ സ്വർഗത്തിലെ ദൈവം അതേ പട്ടണത്തിൽ ഇന്ന് ഞങ്ങളെ മാനിച്ചുയർത്തുമ്പോൾ, ഹല്ലേലൂയ. ഈവൻ RSSകാരെന്ത് പറയുമെന്ന് അറിയാമോ? ഞങ്ങളുടെ പിള്ളേർ നടത്തുന്ന ചർച്ച ഉണ്ട്, നിങ്ങൾ അവിടെയും ഇവിടെയൊന്നും പോകരുത്, ആ ചർച്ചയിൽ പോകണം എന്ന് പറയുന്ന തരത്തിൽ അതേ പട്ടണത്തിൽ 2000-ലധികം പേർ ഒരുമിച്ച് കൂടുന്ന ആരാധന നയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാനിച്ച് നിർത്തിയിരിക്കുന്നതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒന്ന് ഞാൻ പറയാം, നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി കർത്താവ് ചോദിക്കുന്നതിനപ്പുറമായി നിന്നെ രഹസ്യമായും നമ്മൾ കേട്ടതൊക്കെ ചുരുക്കമാണ്. പക്ഷെ കേൾക്കാതെ വീടുകളിലിരുന്നും കൂട്ടം കൂടിയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ആയിരങ്ങൾ, നൂറുകണക്കിന് പേർ നിന്റെ ചുറ്റും കാണും. അവർ കാണേണ്ടതിനാ ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നേ. അവർ അറിയേണ്ടതിനാ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മറന്നുപോകരുത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു വാക്കുകൂടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സൂമിലൂടെ എന്നെ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന ഈ ജീവിതങ്ങളെ കണ്ട് സ്വർഗത്തിലെ ദൈവം അതിന് മനസ്സലിയണം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകിയ ദൂതുപോലെ തീർന്നു എന്ന് കരുതുന്നിടത്തു നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഈ ജീവിതങ്ങൾക്കകത്ത് ആത്മാവിൽ ചിലതാ നീ ആരംഭിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഐ പ്രൊഫസൈ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പ്രവചിക്കുന്നു ചിലത് ആരംഭിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത് മാത്രമല്ല, ദൈവം ചിലരെ അതിനെ ചിന്തിക്കുന്നതിനും അപ്പുറമായി ദൈവം മാനിക്കും. കാരണം നിന്നെ പഴിച്ചവർ, നിന്ദിച്ചവരുടെ മധ്യത്തിൽ കർത്താവെ, പ്രിയപ്പെട്ടവരെ മാനിക്കണമേ, ഉയർത്തണമേ. ഞങ്ങൾ കേട്ടതിനുപരിയായി പലരും കൂടിയിരുന്ന് കളിയാക്കിയ ജീവിതങ്ങളുണ്ട്. അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് കാണുവാനിടയാകും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. ഇവിടെ വിഷയങ്ങൾ എന്തെന്ന് എനിക്കറിയില്ല. ഐ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജോലി മേഖലകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വഴികൾ തുറക്കട്ടെ, മനസ്സിനകത്തുള്ള ആകുല ചിന്തകൾ മാറിപ്പോകട്ടെ, ടെൻഷനുകൾ മാറട്ടെ, അസ്വസ്ഥതകൾ, പൈശാചിക സ്വാധീനങ്ങൾ, കേസുകൾ, ഐ ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് റൈറ്റ് നൗ. ഫ്രീ ആകട്ടെ. ആത്മാവിൽ ചില പ്രതികൂലങ്ങളും ബന്ധനങ്ങളും മാറിപ്പോവുകയാണ്, സ്വാതന്ത്ര്യം വെളിപ്പെടുന്നു. ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എനിക്ക് അവസരം